മധ്യപൂർവേഷ്യ യുദ്ധ കലുഷിതമാണ്. ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവ കേന്ദ്രമായ നതാൻസ് അമേരിക്ക ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സ്ഥിതി ആശങ്കാജനകമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ടെഹ്റാനിൽ ഇന്ന് അമേരിക്ക ഇസ്രയേൽ സംയുക്ത സേന വ്യാപക ആക്രമണം നടത്തി. യുദ്ധം 3-ാം ദിനത്തിലേക്ക് കടന്നതോടെ മേഖലയിലെ ആകെ മരണസംഖ്യ 588 അതേസമയം ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹിസ്ബുല്ലയെ തള്ളി ലബനൻ രംഗത്തെത്തി. സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് 24 പ്രതിനിധികൾ ചേരുകയാണ്. ദുബായിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്ന മുഹമ്മദ് റഹീസ്. ഒമാൻ തീരത്തെ ആക്രമണം, ഗൾഫ് മേഖലയിലെ ആക്രമണം, അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും റഹീസ് നൽകുക. ജിദ്ദയിൽ നിന്ന് സൗദിയിലെ സാഹചര്യം, റിഫൈനറിൽ ആക്രമണം സംബന്ധിച്ച വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ, അതോടൊപ്പം ഹിസ്ബുല്ലയുടെ നിരോധനം, ആണവാക്രമണം ഉണ്ടായി എന്ന ഇറാന്റെ പരാതി, IAEAയുടെ പ്രതികരണം, ഇതടക്കമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി സരുണെ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നുണ്ടാകും. ഒപ്പം തന്നെ സാഹചര്യങ്ങൾ ഇന്ത്യ എങ്ങനെ നിരീക്ഷിക്കുന്നു, ഏത് തരത്തിലായിരിക്കും രാജ്യത്തിന്റെ ഇടപെടൽ, ഇതിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും നമ്മളോടൊപ്പം ഉണ്ടാകും. ആദ്യം പോകേണ്ടത് മുഹമ്മദ് റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ ഇന്ന് ആശങ്ക ഉയർത്തുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നു. അതിലിപ്പോൾ ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്നുള്ളതാണ്. മരണസംഖ്യ കൂടുകയാണ്. ഗൾഫ് മേഖലയിൽ ഇതുവരെ ഇറാൻ പറഞ്ഞിരുന്നത് പ്രത്യാക്രമണം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് എന്നായിരുന്നുവെങ്കിൽ അങ്ങനെയല്ല, അതിന് പുറത്തേക്കും ആക്രമണം എത്തുകയാണ്. ഗൾഫ് മേഖലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ സാഹചര്യങ്ങളെ കാണുന്നതും വിലയിരുത്തുന്നതും? ഇതിൽ ഒരു സംയുക്ത പ്രസ്താവന അമേരിക്കയുമായി ചേർന്ന് പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. GK, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് മസ്കറ്റിൽ ഉണ്ടായ ഈ ഒരു ആക്രമണമാണ്. മസ്കറ്റ് ഗവൺമെന്റ് തീരത്തു നിന്നും ഒരു എണ്ണ ടാങ്കറിനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇന്ന് പുറത്തു വരുന്നത്. അത് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഏതാണ്ട് 52 നോട്ടിക്കൽ മൈൽ അകലെ എണ്ണ ടാങ്കർ MKD വിയോമീനെ ആളില്ല ബോട്ട് ആക്രമിച്ചതായിട്ടാണ് മെരിടൈം സെക്യൂരിറ്റി സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. 52 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. ആക്രമണത്തിന്റെ ഫലമായി എഞ്ചിൻ റൂമിൽ തീപിടിക്കുകയും ഒപ്പം തന്നെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഒരു ക്രൂ അംഗം മരിച്ചു, അത് ഇന്ത്യക്കാരനാണ്. ശേഷിക്കുന്ന 21 ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ്, ഈ രീതിയിൽ തന്നെയാണ് ഒമാന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു മരണം, അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരൻ കൂടി മരിച്ചത് വളരെയധികം ആശങ്കയും ദുഃഖവും ഉണ്ടാക്കുന്ന വിവരമായിട്ടാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ന് പ്രധാനമായിട്ടും ദുബായിലും ഒപ്പം തന്നെ ചില അബുദാബിയുടെ ചില ഭാഗങ്ങളിലും ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും സൗദിയിലും ഒക്കെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി. അതിൽ പ്രധാനമായിട്ടും ദുബായിൽ ഉണ്ടായ ആക്രമണം അത് രാവിലെ ആയിരുന്നു, 11 മണിയോടുകൂടി ഉണ്ടായി. പക്ഷെ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എടുത്തു പറയേണ്ടത് റാസൽ ഖൈമയിൽ ഉണ്ടായ അപകടം UAE സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായിരുന്നു. ആക്രമണത്തിൽ ഉണ്ടായ അപകടത്തിൽ ചെറിയ തോതിലുള്ള കേടുപാടുകളൊക്കെയും സംഭവിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും ആക്രമണം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ അത് UAE സംബന്ധിച്ച് ഇന്ന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങളല്ലായിരുന്നു. റാസൽ ഖൈമയിലെ വിവരങ്ങൾ മാത്രമായിരുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നിന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒമാനിലാണ് പ്രധാനമായും ഈ ഒരു മരണം ഉണ്ടാവുകയും അത് വലിയ തോതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സങ്കടവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയത്. അതിനപ്പുറത്തേക്ക് ഈ സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വരുമ്പോൾ അതിൽ ഒമാൻ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു, ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല, ശക്തമായ ഒരു തിരിച്ചടി നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ GCC രാജ്യങ്ങൾ നടത്തിയ യോഗത്തിന് ശേഷം സമാനമായ തരത്തിൽ തന്നെയായിരുന്നു പ്രതികരണം വന്നത്. അതൊന്നുകൂടി കടുപ്പിച്ച് അമേരിക്കയുമായി ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ചില വാക്കുകൾക്ക് കടുപ്പം കൂടിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പല രാജ്യങ്ങളും യുദ്ധം എന്ന ഒന്ന് ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് ഏതെങ്കിലും നിലയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങളെ വീക്ഷിക്കപ്പെടുന്നത്. അതിൽ സൗദി അറേബ്യ മാത്രമാകും
ഒരുപക്ഷെ ഒരു കടുത്ത നിലപാടിലേക്ക് കൂടുതൽ ഒരു ശക്തമായ തലത്തിലേക്കൊക്കെയും ഒരു തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയെങ്കിലും പുറത്തെടുക്കുക സൗദി മാത്രമാകും. അപ്പോൾ ആ നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ ഈ ഒരു 2-3 ദിവസം കൂടി ഈ ആക്രമണത്തിനെ അല്ലെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു നയമാണ് സ്വീകരിച്ചു പോകുന്നത് എന്ന് പൊതുവെ വിലയിരുത്തേണ്ടി വരും. ആകെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം ഉണ്ടായ അത്രയും ആക്രമണം ഈ നിലയ്ക്ക് UAE സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഒമാനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നലെ ഉണ്ടായ ആക്രമണവും പ്രധാനമാണ്, ഇന്നുണ്ടായതും പ്രധാനമാണ്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളൊക്കെയും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ, തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ നേരത്തെ വിമാനത്താവളങ്ങളുടെ അടുത്തായി ഊർജ സംഭരണികളെ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെയും ലക്ഷ്യമിട്ട്, അപ്പോൾ ആ നിലയ്ക്കൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഒരു നിലപാട് കടുപ്പിക്കേണ്ടി വരും. അത് കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ടിയും വരും. അപ്പോൾ ആ നിലയിലേക്കാണ് സത്യത്തിൽ ഗൾഫിലെ ഓരോ രാജ്യങ്ങളും മാറിയിരിക്കുന്നത്. അതിലൊരു ഒറ്റതിരിഞ്ഞുള്ള പ്രസ്താവനകൾ ആദ്യം മുതൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആക്രമണത്തെ അപലപിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ തങ്ങളുടെ പരമാധികാരത്തിനെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇറാന്റെ പോക്ക്, അത് ശരിയല്ല എന്ന നിലയിലും ഒക്കെയുള്ള പ്രസ്താവനകളായിരുന്നു. ഇന്നതൊരു സംയുക്ത പ്രസ്താവനയായിട്ട് മാറുമ്പോഴും കൂടുതലായി ആളുകളുടെ ജീവന് സംരക്ഷണം നൽകുന്ന തരത്തിലേക്ക് അവിടുത്തെ രീതികൾ മാറ്റുന്നതിൽ, അവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ മാറ്റുന്നതിലേക്കൊക്കെയാണ് രാജ്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആ നിലയ്ക്കാണ് ഇടപെടുന്നത്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകളുടെ സമയം വെട്ടിക്കുറയ്ക്കുന്നത് അടക്കമുള്ള രീതിയിലേക്കൊക്കെ റമദാൻ മുൻനിർത്തി പോലും രാജ്യങ്ങൾ മാറുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറം കടന്ന് ഏതെങ്കിലും നിലയ്ക്ക് പക്ഷം പിടിച്ച് പ്രത്യക്ഷമായിട്ട് ഒരു നിലപാട് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് പ്രത്യാക്രമണം നടത്തും എന്ന തലത്തിൽ അത്ര രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വിദൂരം മാത്രമാണ്. എന്നിരുന്നാലും ആശങ്കയുടെ കാർമേഘം തന്നെയാണ് ഈ നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ മുകളിലൊക്കെയും ഉള്ളത്. ഏത് നിമിഷവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകടം പ്രതീക്ഷിച്ചിരിക്കുന്നവർ വളരെ കൂടുതലാണ്. പക്ഷേ UAE-യിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് കഴിഞ്ഞ 2 ദിവസമായി താരതമ്യേന കുറവാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒമാനിലേക്കും പ്രത്യേകിച്ച് ബഹ്റൈനിലുമൊക്കെ പോകുമ്പോഴേക്കും അത് വളരെ കൂടുതലാണ് എന്നുകൂടി ഇപ്പോൾ മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.